ഹലോ ഗെയ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ട്യൂട്ടർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പഠിത്തമൊക്കെ നന്നായിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 7 റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന +2 ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് എന്താണ് മെയിനായിട്ടും ചിപ്കോ മൂവ്മെന്റ്, ആന്റി അറാക്ക് മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ മൂവ്മെന്റ്, അങ്ങനെ കുറച്ച് മൂവ്മെന്റുകളെ പറ്റിയാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്കപ്പം പാഠഭാഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഇതിന്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ PDF ആയിട്ട് ട്യൂട്ടർ അക്കാഡമിയുടെ പേരിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എല്ലാവരും പ്രിന്റ് എടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല A+ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാവുക. നമ്മൾ ഒരു ദിവസം ഒരു 2-2.5 മണിക്കൂറോ മാത്രം നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസിന് നമുക്ക് എന്താണ് നല്ലൊരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എന്താണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദ റോൾ ദാറ്റ് പോപ്പുലർ മൂവ്മെന്റ്സ് ഹാവ് പ്ലേഡ് ഇൻ ദ സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഈസ് ഇൻവാല്യുബിൾ. അതായത് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പ്, അതായത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും വിജയത്തിനും അതിന്റെ സക്സസിനും ജനകീയ പ്രസ്ഥാനങ്ങൾ, അതായത് പോപ്പുലർ മൂവ്മെന്റ്സ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ ഇൻവാല്യുബിൾ ആണ്. എന്ന് വെച്ചാൽ അതിനെ വില കൽപ്പിക്കാൻ കഴിയാത്തതാണ്. This chapter deals with some of the mass movements, their activities and results that have arisen in various parts of India: environmental protection, women's upliftment and social justice. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനും സാമൂഹ്യ നീതിക്കുമെല്ലാമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില ബഹുജന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങൾ, ആ ബഹുജന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി എന്തൊക്കെ ഫലങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നിവയെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. വളരെ ഒരു 2-2.5 മണിക്കൂറോ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പഠിക്കാം. വളരെ നമ്മൾ പത്രം വായിച്ചു പോകുന്ന ഒരു ലാഘവത്തോടുകൂടി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ആദ്യമായിട്ട് തന്നെ അതിനകത്ത് വരുന്നൊരു പോർഷനാണ് ഈ നേച്ചർ ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്നുള്ളത്. അതായത് നേച്ചർ ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം. അതായത് എന്താണ് ഈ ബഹുജന പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവയെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങളെന്നും പാർട്ടി ഇതര പ്രസ്ഥാനങ്ങളെന്നുമാണ് അവ പറയുന്നത്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് മാസ് മൂവ്മെന്റ്സ് they can be classified into 2 categories: there's party based movements and non party movements. Party based movements are mass movements that show the characteristics of political movements. എന്ന് വെച്ചാൽ പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ബഹുജന പ്രസ്ഥാനങ്ങളെയാണ് പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഇതുകൂടി വായിച്ചിട്ട് നമുക്ക് നോക്കാം. ഈ പ്രസ്ഥാനങ്ങളിൽ ചില പ്രധാനപ്പെട്ട സാമൂഹിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. ഉദാഹരണത്തിന് എന്താണ് വ്യാവസായിക മേഖലയിലെ ജീവനക്കാരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പല സ്ഥാപനങ്ങളിലും പല കമ്പനികളിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ജീവനക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കാട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെയാണ് ട്രേഡ് യൂണിയൻ. അപ്പോൾ ഈ പാർട്ടി ബേസ്ഡ് മാസ് മൂവ്മെന്റ്സിന് നമുക്ക് എന്ത് പറയാൻ, ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ട്രേഡ് യൂണിയനുകൾ പറയാൻ പറ്റും. അവയ്ക്ക് എന്താണ് ശക്തമായിട്ടുള്ള അടിത്തറയുണ്ട്. പക്ഷെ ഇത്തരം പ്രസ്ഥാനങ്ങൾ എന്താണ് പാർട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല. അതാണ് പാർട്ടി ബേസ്ഡ് പോപ്പുലർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ. ഈ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ ഉണ്ടായതെന്നാണ് 1970-80 കാലഘട്ടത്തിലാണ്. സമൂഹത്തിലെ പല വിഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായി. ഇങ്ങനെ എതിർപ്പുകളുള്ള ചില വിഭാഗങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും തങ്ങളുടെ ചിന്താഗതികൾ ഉയർത്തിക്കാട്ടുന്നതിന് പൊതുജന പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചു. അതായത് ചിലക്ക് എന്താണ് 1970-80 ആയപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തോടെ ഒരു എതിർപ്പ് വന്ന കുറേ ആൾക്കാരൊക്കെ ചേർന്നിട്ട് രൂപീകരിച്ച പ്രസ്ഥാനങ്ങളാണ് എന്താണ് ഈ പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ അഭിപ്രായം പറയുകയും വേണം. പക്ഷെ അത് രാഷ്ട്രീയത്തിലൂടെ ആകരുത്. പകരം എന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതുജന പ്രസ്ഥാനം, ഒരു ബഹുജന പ്രസ്ഥാനത്തിലൂടെ മാത്രം ആകണമെന്ന് വിചാരിച്ച് രൂപീകരിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ. ഇത്തരം പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസികളൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ അഭിപ്രായം എന്ത്, രാഷ്ട്രീയ പാർട്ടിയിലൂടെ ആകരുത് പുറത്തു വരുന്നത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം പ്രസ്ഥാനങ്ങളെ പിന്താങ്ങുന്നതും അതിനകത്ത് പ്രവർത്തിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് നേച്ചർ ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ് 2 തരമുണ്ട്: പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങളെന്നും പാർട്ടി ഇതര പ്രസ്ഥാനങ്ങളും. അതായത് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് എന്താണ് പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ട്രേഡ് യൂണിയനുകൾ പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ എന്താണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ. പാർട്ടിയിൽ അസംതൃപ്തരായി
ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ. അത്തരത്തിലുള്ളവർ എന്താണ്, പാർട്ടി വിശ്വാസികളായിരിക്കും. പക്ഷെ എന്താണ്, അവരുടെ അഭിപ്രായം പാർട്ടിയിലൂടെ ആകരുത്, സ്വതന്ത്രമായിട്ട് ഒരു ബഹുജന പ്രസ്ഥാനത്തിലൂടെ ആവണം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ സമയം ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കുറച്ച് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രസ്ഥാനങ്ങളെ പറ്റി മാത്രമേ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളൂ. ആ പ്രസ്ഥാനങ്ങളാണ്: ഒന്ന്, ചിപ്കോ മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷർമെൻ വർക്കേഴ്സ് ഫോറം, ആന്റി ഇറാഖ് മൂവ്മെന്റ് എന്നീ പ്രസ്ഥാനങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. അപ്പൊ ഇത്രയും പ്രസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ വേർഡ് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് വരും. പിന്നെ ഒരു 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ ഈ പരീക്ഷാ ടൈം ആകുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടത്, ഏതൊക്കെ വരും എന്നൊക്കെയുള്ളത് കൃത്യമായി ഈ ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1970s in Uttarakhand. സുന്ദർലാൽ ബഹുഗുണ ഈസ് നോൺ ആസ് ദ ലീഡർ ഓഫ് ദിസ് മൂവ്മെന്റ്. സുന്ദർലാൽ ബഹുഗുണയായിരുന്നു ഈ ഒരു മൂവ്മെന്റിന്റെ ലീഡർ. ദ റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ചിപ്കോ മൂവ്മെന്റ് വെയർ that the forest department did not allow the villagers to cut ash trees to make agricultural implements, but the forest department was willing to provide the same land for industrial purpose. അതായത് ഉത്തരാഖണ്ഡിലുള്ള ഗ്രാമവാസികൾക്ക് എന്താണ്, ഈ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലൊക്കെ കയറിയിട്ട് മരം വെട്ടാനൊക്കെയുള്ള അനുമതി അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നിഷേധിക്കുകയും, എന്നാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്താണ്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഷ് മരങ്ങൾ മുറിക്കാനുള്ള ഒരു അനുമതി നൽകുകയും ചെയ്തതിൽ എന്താണ് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടുത്തെ ഗ്രാമവാസികൾ ചേർന്നിട്ട് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. ഇത് ഉത്തരാഖണ്ഡിലുള്ള 2-3 ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഈ പ്രസ്ഥാനത്തിലൂടെ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ ഇവർ പ്രതികരിച്ചു. ചിപ്കോ പ്രസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ 2-3 ഗ്രാമത്തിൽ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനനശീകരണത്തിന് ഇടയാക്കുന്ന ഉടമ്പടികൾ ഒന്നും തന്നെ ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് നൽകരുത്. അതായത് ഗവൺമെന്റിന് സാമ്പത്തിക പ്രശ്നമുണ്ട്, അപ്പൊ ഇന്ന് കരുതി വനം നശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും പുറത്തുള്ളവർക്ക് ഒരു കരാറുകളും നൽകരുതെന്നും, ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് ഒരു കരാറുകളും നൽകരുതെന്നും, പ്രകൃതി വിഭവങ്ങളായിട്ടുള്ള ഭൂമി, ജലം, വനം തുടങ്ങിയവയ്ക്ക് മേൽ പ്രദേശവാസികൾക്ക് ഫലപ്രദമായ നിയന്ത്രണം വേണമെന്നും ഗ്രാമവാസികൾ ആവശ്യപ്പെട്ടു. അതായത് അവിടെ താമസിക്കുന്നവരല്ലേ, അപ്പൊ അവർക്ക് ഭൂമി, മണ്ണ്, ജലം ഇതിനകത്തൊക്കെ കുറച്ച് നിയന്ത്രണം വേണം. എന്നാൽ വനനശീകരണത്തിന് ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു കരാറുകൾക്കും ഗ്രാമത്തിന് പുറത്തുള്ളവർക്ക് അനുമതി കൊടുക്കരുതെന്നൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചവർ ആവശ്യപ്പെട്ടത്. ചെറിയ വ്യവസായങ്ങൾക്ക് ചെലവ് കുറഞ്ഞ വസ്തുക്കൾ നൽകിക്കൊണ്ട് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അപ്പൊ ആ പ്രദേശത്ത് ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ വേണം. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിലുള്ള വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ വ്യവസായങ്ങൾ തുടങ്ങി ആ ഒരു മേഖലയെ ഡെവലപ്പ് ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. 1972 ദളിത് പാന്തേഴ്സ് രൂപീകരിക്കുന്നത്, അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ഇത് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായത്. ദളിത് യുവാക്കളുടെ ഒരു കൂട്ടം ദളിത് യുവാക്കളുടെ ഒരു സംഘടനയാണ് ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന ജാതി അധിഷ്ഠിത അസമത്വങ്ങൾക്കും അനീതിക്കും എതിരായിട്ടാണ് ഇത്തരം വിഭാഗങ്ങൾ പോരാടുന്നത്. അതായത് ദളിത് വിഭാഗങ്ങൾ 1950 തന്നെ ഭരണഘടനയൊക്കെ നിലവിൽ വന്നെങ്കിലും ഈ ഭരണഘടനയിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ട് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും നമ്മുടെ ഈ വർത്തമാന കാലത്ത് 2024 പോലും ദളിത് വിഭാഗങ്ങൾക്കുള്ള അതിക്രമങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള പോരാട്ടമായിരുന്നു 1972 മഹാരാഷ്ട്രയിൽ ഉണ്ടായ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യങ്ങൾ. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ദളിത് വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലെ പ്രദേശങ്ങൾ മറ്റുള്ള പ്രദേശങ്ങളിൽ ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്നു എന്നുള്ളത് ദളിതർക്കെതിരെയുള്ള വിവേചനത്തിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ആയിരുന്നു. ഇനി ദളിത് പാന്തേഴ്സിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കിയാലോ. ദളിത് പാന്തേഴ്സിന്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ
സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദളിത് ഗ്രൂപ്പുകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സെൻട്രലൈസ് ചെയ്ത് കേന്ദ്രീകരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ദളിത് വിഭാഗത്തിനെതിരെ ഒരു അതിക്രമം ഉണ്ടാകുന്നു, അവിടെ ഇവരെത്തുന്നു, അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. പിന്നെന്താണ്, വിവിധ മേഖലകളിൽ ദളിത് വിഭാഗങ്ങൾക്ക് അനുവദിച്ചിരുന്ന സംവരണങ്ങളും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന നയങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ വിവിധ മേഖലകളിൽ ദളിതർക്ക് എന്താണ് ഈ 1950 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ സംവരണവും മറ്റു കാര്യങ്ങളൊക്കെ അനുവദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നടപ്പിലാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. കാരണം എന്താ, പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതൊക്കെ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അർഹതയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു സംഘടനയുടെ മറ്റൊരു ലക്ഷ്യം. ദളിതരുടെ അവകാശം നേടിയെടുക്കുന്നതിനെ അവർ കൂട്ടുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ ദളിതർ ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ദളിതർക്കെതിരെയുള്ള സാമ്പത്തികവും സാമൂഹികവുമായ അടിച്ചമർത്തൽ തടയുന്നതിനുള്ള നിയമപരമായ മാർഗ്ഗങ്ങൾ അപര്യാപ്തമാണെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ദളിതർക്കെതിരെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള അടിച്ചമർത്തൽ തടയാൻ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എന്താണ്, അപര്യാപ്തമാണ്, അതൊന്നും പോരാ, ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കടുത്ത നിയമങ്ങളൊക്കെ വരണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ഈ ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത്. ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടുവാൻ വിദ്യാസമ്പന്നരായ ദളിത് യുവാക്കൾ ഒരു വേദിയായി ഈ ദളിത് പാന്തേഴ്സ് മാറി. കഥകൾ രചിച്ചും കവിതകൾ എഴുതിയും ഒക്കെ അവർ അവരുടെ പ്രതിഷേധം പല രൂപത്തിൽ പുറത്തണിച്ചു. ഇപ്പോൾ ദളിതർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്, ഇവർ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് കൂടാതെ എന്താണ്, കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ എന്താണ് ഇവരുടെ പ്രതിഷേധം ഭയങ്കര പല രൂപത്തിൽ പുറത്തു കാണിച്ചു. ഇവരുടെ അവകാശങ്ങൾ ഇവർ കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങി. ഫലപ്രദമായ രീതിയിൽ സംവരണം ഏർപ്പെടുത്തുക, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മറ്റു നയങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയവ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. അതായത് സംവരണം എന്താണ്, കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുക, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള മറ്റു നയങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയവ ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. അവർ ഈ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ബഹുജന മുന്നേറ്റങ്ങൾ, ജനങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ള വലിയ വലിയ മുന്നേറ്റങ്ങൾ പലയിടത്തും നടത്തി. അങ്ങനെ ദളിത് പാന്തേഴ്സിന്റെ പ്രവർത്തന ഫലമായി എന്ന് വേണം 1989 ദളിതർക്കെതിരെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് കർക്കശമായ ശിക്ഷ നൽകിക്കൊണ്ട് സമഗ്രമായ ഒരു നിയമം മഹാരാഷ്ട്ര ഗവൺമെന്റ് പാസാക്കി. അപ്പൊ ദളിതർക്കെതിരെയുള്ള ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള അതേ നിയമം തന്നെ, ദളിതർക്ക് എതിരെയുള്ള ആക്രമണങ്ങളിൽ വലിയ രീതിയിലുള്ള ശിക്ഷ കിട്ടുന്ന തരത്തിലേക്കുള്ള നിയമനിർമ്മാണം 1989 ദളിത് പാന്തേഴ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായതെന്ന് നമുക്ക് വിശ്വസിക്കാം.